ഹായ് ഓൾ, മൈസെൽഫ് മാർട്ടിൻ, റിയൽട്ടർ, NR പ്രോപ്പർട്ടീസ്. അങ്കമാലി കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ, നാഷണൽ ഹൈവേയിൽ നിന്ന് അധികം ദൂരെ അല്ലാതെ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ 10 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളോടുകൂടിയ മനോഹരമായ 2 വില്ലകൾ വിൽപ്പനയ്ക്ക്. ഏകദേശം 12 വില്ലകൾ അടങ്ങുന്ന ഈ പ്രൊജക്റ്റിൽ 2 വില്ലകൾ കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. വളരെ ഭംഗിയായ രീതിയിൽ ക്വാളിറ്റിയോടുകൂടി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഈ വീട് വളരെ വിശാലമായ ഒരു മുറ്റവും, മുറ്റത്ത് ധാരാളം ജലം ലഭിക്കുന്ന പറ്റാത്ത ഒരു കിണറും ഈ വീടിൻ്റെ ഭാഗമാണ്. മുറ്റം പെബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. ബയറുടെ ചോയ്സിനനുസരിച്ച് ടൈൽ ചെയ്യാവുന്നതാണ്. വളരെ മനോഹരമായ ഒരു സിറ്റ് ഔട്ട് ഗ്രാനൈറ്റ് ലേ ചെയ്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ നിന്ന് വിസിറ്റിംഗ് ഏരിയയിലേക്കാണ് നാം പോകുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു വിസിറ്റിംഗ് ഏരിയയാണ് വീടിനുള്ളത്. അതുപോലെ തന്നെ മനോഹരമായ രീതിയിൽ സീലിംഗ് ചെയ്തിരിക്കുന്നു. വെൽ വെന്റിലേറ്റഡ് ആണ് ഈ വീട്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ ഡൈനിങ് ഏരിയയിലേക്ക്. ഡൈനിങ് ഏരിയയിൽ ഒരു കബോർഡ് കൊടുത്തിരിക്കുന്നു. ഇത് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം, താഴത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂം. വെൽ വെന്റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു ലോങ് കബോർഡും അറ്റാച്ച്ഡ് ബാത്റൂമുകളെല്ലാം തന്നെ ക്വാളിറ്റിയോടുകൂടിയ ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയാണ് മെറ്റീരിയലായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വീടിൻ്റെ 2ാമത്തെ ബെഡ്റൂം, താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം. ആദ്യത്തേതുപോലെ തന്നെ ലോങ് കബോർഡ്സും വെൽ വെന്റിലേറ്റഡുമാണ്. അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം തന്നെ സെറയുടെ ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നാം കണ്ട ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ കിച്ചൺ. വളരെ മനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്ത ഒരു കിച്ചണാണുള്ളത്. ധാരാളം കബോർഡുകൾ ചെയ്തിരിക്കുന്നു. വളരെ സ്പേഷ്യസുമാണ്. അതുപോലെ സീലിംഗ് ഒരു എലഗന്റ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കിച്ചണിൽ നിന്ന് വർക്ക് ഏരിയയിൽ ഒരു പുകയില്ലാത്ത അടുപ്പ് വയ്ക്കാവുന്ന പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് സ്റ്റെയർ കേസുകൾ വഴി വളരെ പൊക്കം കുറഞ്ഞ സ്റ്റെപ്പുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഹാൻഡ് റെയിലുകളെല്ലാം തന്നെ വുഡനാണ്. ഇത് മുകളിലത്തെ അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയ ആണുള്ളത്. മുകളിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. താഴത്തേതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ്. ബെഡ്റൂമുകളിൽ കബോർഡുകളുണ്ട്. അതുപോലെ തന്നെ അറ്റാച്ച്ഡുമാണ്. ബ്രാൻഡഡായ മെറ്റീരിയൽസാണ് ബാത്റൂം ഫിറ്റിങ്സിനായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഇത് ഷീറ്റ് ഉപയോഗിച്ച് കവർ ചെയ്ത് ലോണ്ടറി ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. മറ്റ് ബെഡ്റൂമുകളെ പോലെ തന്നെ വളരെ വലുപ്പമുള്ളതും വെൽ വെന്റിലേറ്റഡുമാണ്. അതുപോലെ കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു അറ്റാച്ച്ഡ് ബാത്റൂമും ഈ ബെഡ്റൂമിൻ്റെ ഭാഗമാണ്. മനോഹരമായ ഒരു ബാൽക്കണിയും ഈ വീടിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റലിനടുത്ത് ഇതിലൊരു വീട് അന്വേഷിക്കുന്നെങ്കിൽ ഇത് ഉചിതമായ ഒരു വീടാണ്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേയിൽ നിന്ന് അധികം സ്ഥിതി ചെയ്യുന്ന വീടാണിത്. താങ്ക് യു.